ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷ ബികോംകാരെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് സർക്കാർ ജോലിയിൽ എത്തപ്പെടാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷ. അത് ഒരു കാറ്റഗറിയിലല്ല, 363, 364, അതുകൂടാതെ മറ്റ് കുറെ കാറ്റഗറികളിലുള്ള പരീക്ഷ ഒറ്റ സിംഗിൾ എക്സാം ആയിട്ട്, ഒരു കോമൺ എക്സാം ആയിട്ടാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെ കാറ്റഗറികളിലാണ് ഈ പരീക്ഷ നടത്തുന്നത്, കോമൺ എക്സാം ഉള്ളതെന്ന് ഞാനൊന്ന് പറയാം. അത് കൂടാതെ തന്നെ ഇതിന് കൺഫർമേഷൻ കൊടുക്കുന്നവർ എല്ലാ കാറ്റഗറികളിലേക്കും കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല. പരീക്ഷ എഴുതിയാൽ തന്നെ നിങ്ങൾ ഒരു പർട്ടിക്കുലർ കാറ്റഗറിക്ക് ഈ പറഞ്ഞ ഈ ലിസ്റ്റിലുള്ള പർട്ടിക്കുലർ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്ത ശേഷം കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ പരിഗണിക്കില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കുക. അപ്പോൾ ഇതിന്റെ സിലബസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഏപ്രിൽ മാസത്തിലെ PSCയുടെ പരീക്ഷാ കലണ്ടർ വന്നപ്പോൾ സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിലബസിൽ മാറ്റങ്ങളില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ സിലബസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഈ വീഡിയോയിൽ. അപ്പോൾ അതിന് മുന്നേ പറയട്ടെ, I+ന്റെ ക്രാഷ് ബാച്ച് നമ്മൾ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മളൊരു 60 കണ്ടിന്യൂസ് ലൈവ് പ്രോഗ്രാം ആയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ട് ഒന്നേന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറെ ടോപ്പിക്കുകൾ മിസ്സായി പോകും. വീണ്ടും നിങ്ങൾ അതിന്റെ റെക്കോർഡിങ്സ് ഒക്കെ കണ്ട് പിന്നാലെ എത്തേണ്ടി വരും. അങ്ങനല്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുമിച്ച് ഒറ്റയ്ക്ക് നമുക്ക് കട്ടയ്ക്ക് മുന്നോട്ട് പോകാം, റാങ്കിലേക്ക് എത്താം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യണം. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ആ നമ്പറിൽ നിങ്ങളൊന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക്, ക്രാഷ് ലൈവ് ബാച്ചിലേക്ക്, അത് വിഷ്ണു സാറൊക്കെ നയിക്കുന്ന ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള ക്രാഷ് ബാച്ചിലേക്ക് ഏറ്റവും നിലവാരമുള്ള ചോദ്യങ്ങളിലൂടെ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അതേ ചോദ്യങ്ങളിലൂടെ തന്നെ നമ്മൾ കടന്നു പോകും. നമുക്കറിയാം, തൊട്ട് മുന്നേ നടന്ന KFC അസിസ്റ്റന്റ് പരീക്ഷയിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ നിന്ന് ഇപ്പൊ എക്കണോമിക്സിന്റെ ഒക്കെ ഭാഗം നോക്കിയാൽ അതേ ചോദ്യങ്ങൾ അതേപടി നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവലിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്ലാസ്സുകളിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടന്റ് കോമൺ എക്സാം, ജൂനിയർ അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ മറ്റ് കുറെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള അക്കൗണ്ടന്റ് എക്സാം എല്ലാം കൂടെ ചേർത്ത് ഏപ്രിൽ 25-ാം തീയതിയാണ് പരീക്ഷ. കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ മുന്നിൽ ഇനി എത്ര ദിവസം ഉണ്ടെന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് മുമ്പ് പറയട്ടെ, നമ്മളൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ സാറ്റർഡേ. അതിന് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ രജിസ്റ്റർ ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ നമ്പറും കൂടെ, അതിന്റെ ഗൂഗിൾ ഫോം കൂടെ തന്നേക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ കാറ്റഗറികളിലേക്കാണ് ഈ ഒരു അക്കൗണ്ടന്റ് പരീക്ഷ ഈ കോമൺ എക്സാം വരുന്നത് നോക്കിയാൽ, കാറ്റഗറി നമ്പർ 363/2025 അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട് അസിസ്റ്റന്റ്, അങ്ങനെ പല പോസ്റ്റുകളിലായിട്ടുള്ള അക്കൗണ്ടന്റുകൾ എല്ലാം കൂടെ ചേർത്ത് പല ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്. അപ്പോൾ അത് 363/2025 364/2025 ഈ രണ്ട് കാറ്റഗറികളിലായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് വിളിച്ചിരിക്കുന്നത്. എല്ലാം ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള പല കമ്പനികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും ബോർഡുകളിലേക്കുമാണ് നിയമനം വരുന്നത്. പോസ്റ്റിന്റെ പേരിലൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അക്കൗണ്ടന്റ് ഗ്രേഡ് 2, അക്കൗണ്ടന്റ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ്, ഇവിടെ വരുമ്പം അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. എന്താണെങ്കിലും ഈ രണ്ട് പോസ്റ്റുകൾക്കും മിക്കവരും എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ബികോം യോഗ്യതകൾ എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ട് പോസ്റ്റുകളാണ്. അപ്പൊ ഇത് രണ്ടിനും കൺഫർമേഷൻ കൊടുക്കുക. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ആൾക്കാർ ഈ പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മുടെ പരീക്ഷാ കലണ്ടറിൽ ഇതിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കൻസിന്റെ എണ്ണം വന്നിട്ടുണ്ട്. ഏതാണ്ട് 91-92,000 പേരാണ് ഈ രണ്ട് പരീക്ഷകൾക്കും അപ്ലൈ ചെയ്തിട്ടുള്ളത്. രണ്ട് കോമൺ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. എന്താണെങ്കിലും ഒരു 1 ലക്ഷത്തിന്റെ അടുത്ത് ആൾക്കാർ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി നിങ്ങൾ ഈ നമ്പർ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. കാരണം നമുക്കറിയാം ഇതിൽ എത്ര പേര് സീരിയസ് ആയിട്ട് പരീക്ഷയെ സമീപിക്കുമെന്നുള്ളത്. അപ്പൊ നിങ്ങളെ പോലുള്ള കുറച്ച് പേര് മാത്രമാണ് ഈ പരീക്ഷയെ സീരിയസ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും സീരിയസ് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ അവരെ ബീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയെ ബീറ്റ് ചെയ്യാൻ മറ്റൊന്നിനും ആവില്ല. എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും, എത്രമാത്രം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ ബീറ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഈ നമ്പർ ഒന്നും ഒരു വിഷയമല്ല. മാത്രമല്ല, ഒരുപാട് വേക്കൻസികളും വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ കാറ്റഗറി നമ്പർ 422/2025 ഇത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള അക്കൗണ്ടന്റ് പരീക്ഷയുടെ കാറ്റഗറി നമ്പർ ആണ്. ഇതിന് യോഗ്യതയുള്ള ആളുകൾ അന്നേരം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ തവണ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഏതാണ്ട് 2000-3000 ആ റേഞ്ചിലുള്ള ആളുകളാണ് ഇതിന് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദെൻ 751/2025 അക്കൗണ്ടന്റ് പാർട്ട് 1 അപ്പെക്സ് സൊസൈറ്റികളിലേക്ക്, കേരളത്തിലെ കോപ്പറേറ്റീവ് സെക്ടറിലെ അപ്പെക്സ് സൊസൈറ്റികളിലേക്കുള്ള അക്കൗണ്ടന്റ് ആണ് 751. 752/2025 ഇത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് മത്സ്യഫെഡിലേക്കുള്ള അക്കൗണ്ടന്റ് ആണ് 752. അപ്പോൾ ഈ കാറ്റഗറികളിലേക്ക് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. കുറച്ച് നിശ്ചിത യോഗ്യതയുള്ള ആളുകളായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക. എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ പരീക്ഷയാണ്. ഈ 5 കാറ്റഗറികളിലേക്കും കൂടെ ഒരൊറ്റ പരീക്ഷയാണ് നടത്തുന്നത്. ഇതിൽ നിന്ന് സെപ്പറേറ്റ് ഷോർട്ട് ലിസ്റ്റുകൾ ഉണ്ടാവും. എല്ലാം ഒറ്റ
ഷോർട്ട് ലിസ്റ്റ് അല്ല, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഏതിനാണോ അതിനുവേണ്ടി സെപ്പറേറ്റ് ഷോർട്ട് ലിസ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ സംഗതി. എത്ര പേര് ഏതൊക്കെ പരീക്ഷകളാണ് ഒരുമിച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. ഏപ്രിൽ 25-നാണ് പരീക്ഷ. ഇത് നമുക്ക് സിലബസിലേക്ക് ഒന്ന് കടന്നു പോകാം. തൊട്ട് മുന്നേ വന്ന നമ്മുടെ KFC അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള അതേ സിലബസ് തന്നെയാണ് ഇതിനും നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. PSC തന്നിട്ടുള്ളത്. ഒന്നാമത്തെ മൊഡ്യൂൾ അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കുണ്ട്. ദെൻ രണ്ടാമത്തെ മൊഡ്യൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിംഗ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, ഡിവിഡൻഡ് പോളിസി ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ BCom പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിലബസ് നിങ്ങൾ നോക്കുക. സിലബസ് കവർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാക്കുക. അതിനുശേഷം MCQകളുടെ നിലവാരമാണ് നിങ്ങളെ റാങ്കിലേക്ക് എത്തുന്നത്. അല്ലെ, എല്ലാവർക്കും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാലും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് നിങ്ങളെ റാങ്കിലേക്ക് എത്തുന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ മൊഡ്യൂൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ്, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിംഗ് ഫോർ ഓവർ ഹെഡ്സ്, ബ്രേക്ക് ഈവൻ അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. മാനേജ്മെന്റ് ആണ് നാലാമത്തെ മൊഡ്യൂൾ. എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റിൽ തുടങ്ങി സ്കൂൾസ് ഓഫ് മാനേജ്മെന്റിൽ തുടങ്ങി TQM ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അഞ്ചാമത്തെ മൊഡ്യൂൾ മാനേജറിയൽ എക്കണോമിക്സ് ആണ്. മാനേജറിയൽ എക്കണോമിക്സ് വരുമ്പോൾ ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ആറാമത്തെ മൊഡ്യൂളിലേക്ക് പോയാൽ കമ്പനി ലോയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ആറാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഈ സിലബസ് ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് അതിന്റെ എക്സ്പ്ലനേഷൻ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസ് ഇതേ ചാനലിൽ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഏഴാമത്തെ മൊഡ്യൂൾ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. 10 മാർക്കിന് ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, IPO, FPO തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എട്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇൻകം ടാക്സ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് 10 മാർക്കിന് ഇമ്പോർട്ടന്റ് ആണ്. ഇൻകം ടാക്സ് ഒക്കെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാം, പല ഡെപ്തിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഏറ്റവും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസസ്മെന്റ് ഇയർ, പ്രീവിയസ് ഇയർ തുടങ്ങിയ ബേസിക് കൺസെപ്റ്റുകളിൽ തുടങ്ങി കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം, ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസും ഒക്കെ നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. അതും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇത് പഠിക്കേണ്ടിയിരിക്കുന്നു. ദെൻ 9ാമത്തെ മൊഡ്യൂൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് 10 മാർക്കിനുണ്ട്. മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ്, സർവീസസ്, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, പ്രൊഡക്റ്റ് മീനിങ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ളത് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്റ് പ്രോസസ് എന്താണ്, ഇന്റേണൽ ചെക്ക് എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ വേഴ്സസ് ഓഡിറ്റിംഗ് എന്താണ് വരെയുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താം. കുറെ പേര് ഓൾറെഡി കഴിഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അല്ല, നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ആദ്യമായിട്ടാണ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇനിയുള്ള ദിവസം വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്കിലേക്ക് എത്താം. I+ അതിനായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. ക്രാഷ് ബാച്ച് ഉണ്ട്. സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ബാച്ചാണ് നടക്കുന്നത്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.